ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവും പകലും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 121 അധ്യായം 5 വാക്യം. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എത്ര ഉറച്ചതും ഉറപ്പു നൽകുന്നതുമായ ശക്തവുമായ ഒരു വാഗ്ദാനമാണ്. പകലോ രാത്രിയോ ഉച്ചയോ അർദ്ധരാത്രിയോ ഏത് സമയത്തും നമ്മുടെ കർത്താവ് അചഞ്ചലമായ കരുതലോടെ നമ്മെ കാക്കുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചപ്പോൾ തണലായി മരങ്ങളോ സസ്യങ്ങളോ ഇല്ലാതെ തരിശും ചുട്ടുപൊള്ളുന്നതുമായ ഒരു വിശാലമായ മരുഭൂമിയിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നത്. ചൂട് അസഹനീയമാകുമായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികൾക്കും ശിശുക്കൾക്കും. എന്നാൽ കർത്താവ് തന്റെ സ്നേഹനിർഭരമായ കരുതലിൽ പകൽ സമയത്ത് അവരെ മൂടാൻ ഒരു മേഘസ്തംഭം കൽപ്പിച്ചു. ആ മേഘം സൂര്യന്റെ കത്തുന്ന ചൂടിനെ ആഗിരണം ചെയ്യുകയും താഴെ അവർക്ക് നവോന്മേഷദായകമായ തണൽ നൽകുകയും ചെയ്തു. ആ തണുത്ത മൂടുപടത്തിൻ കീഴിൽ സന്തോഷത്തോടെ നടന്ന ഇസ്രായേൽ മക്കൾ എത്ര സന്തോഷവും ആശ്വാസകരവുമായി നടന്നിരിക്കണം. എൻ്റെ അച്ഛൻ സാം ജപതുറൈ ഒരിക്കൽ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. വിജയവാഡയിൽ ഞാൻ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നപ്പോൾ അവിടുത്തെ ചൂട് അസഹനീയമായിരുന്നു. പ്രത്യേകിച്ച് കൊടും വേനൽ മാസങ്ങളിൽ സൂര്യൻ കഠിനമായി പൊള്ളി വരണ്ട ചൂടിൽ വീടുകൾ പോലും പെട്ടെന്ന് തീപിടിക്കുമായിരുന്നു. ആ കൺവെൻഷൻ ദിനങ്ങളിൽ വൈകുന്നേരം വരുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ മേൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു എന്ന്. അതുപോലെ കർത്താവ് ഇസ്രായേൽ മക്കളെ സംരക്ഷിച്ചു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി. അവന്റെ സംരക്ഷണം പകൽ മാത്രം പരിമിതപ്പെട്ടിരുന്നില്ല, അത് രാത്രി മുഴുവൻ വിശ്വസ്തയോടെ തുടർന്നു. രാത്രിയിൽ മരുഭൂമിയിൽ അപകടങ്ങളാൽ നിറഞ്ഞിരുന്നു. ആക്രമിക്കാൻ കഴിയുന്ന അഗ്നിസർപ്പങ്ങൾ, കുത്താൻ തയ്യാറായ തേളുകൾ, ഇരുട്ടിൽ വിഹരിക്കുന്ന കാട്ടുമൃഗങ്ങൾ. എന്നാൽ അഗ്നിസ്തംഭം അവരുടെ ദിവ്യപരിചയായി നിലകൊണ്ടു. അത് അവർക്ക് കാണാൻ വെളിച്ചം നൽകി, വിഷജീവികളെ ഓടിച്ചു. തണുത്ത മരുഭൂമിയിലെ കാറ്റിനെതിരെ അവരെ ചൂടാക്കി. രാത്രിയിൽ ചന്ദ്രരശ്മികൾ പോലും ചിലപ്പോൾ ദോഷം വരുത്തിയേക്കാം. ചന്ദ്രപ്രകാശത്തിൽ തുടർച്ചയായി സമ്പർക്കം പുലർത്തുന്നത് വാതം അല്ലെങ്കിൽ നാഡീബലഹീനത പോലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയപ്പെടുന്നു. എന്നിരുന്നാലും കർത്താവിൽ അഭയം പ്രാപിക്കുന്നവർ എല്ലാ അവകളിൽ നിന്നും സുരക്ഷിതരാണ്. ഒരു ദോഷവും അവരുടെ അടുത്തേക്ക് വരികയില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവാണ് നിങ്ങളുടെ കാവൽക്കാരൻ. പകലോ രാത്രിയോ ആകട്ടെ, അവന്റെ ജാഗരൂക സാന്നിധ്യം നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 91 അധ്യായം 5-6 വാക്യങ്ങൾ. രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 43, 44, 45 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 5 അധ്യായം. ആമേൻ.